നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നന്ദിനിയുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം വീണ് കഴിഞ്ഞപ്പോ നന്ദിനി ആകപ്പാടെ വല്ലാതെ വെപ്രാളപ്പെടുകയാണ്. ഈ സമയത്ത് വേദ പറഞ്ഞു, ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടല്ലേ നന്ദിനിയടുത്തി എനിക്കിട്ട് പണിയാ. ഒടുവിൽ നന്ദിനിയടുത്തേക്ക് തന്നെ തിരികെ കിട്ടിയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം നന്ദിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിക്രം പറഞ്ഞു, എന്താ നന്ദിനിയടുത്ത് ഇത് കഷ്ടം തന്നെ എന്ന് പറയണം. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, ദേ വണ്ടിക്കകത്ത് ടവലുണ്ട്, എടുത്തിട്ട് പോയി തൂക്കാനൊക്കെ പറഞ്ഞു. നന്ദിനി അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് വിക്രത്തോടും വേദയോടുമായിട്ട് വിനായകൻ പറഞ്ഞു, അത് അങ്ങനെ ഒരു ജന്മം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എത്രയാണെന്ന് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അപ്പുമോള് പറഞ്ഞു, എനിക്ക് ബിസ്ക്കറ്റ് വേണം അച്ചച്ചാന്ന് പറയണം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പോയി എന്ത് ചെയ്യണം, ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവർ റോഡ് ക്രോസ് ചെയ്ത് വേണം, അപ്പുറത്തെ സൈഡിലാണ് ബസ് കിടക്കണേ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ബാക്കി എല്ലാവരും ക്രോസ് ചെയ്തു. അപ്പം വിക്രവും വേദയും മാഷുണ്ട്. അപ്പം വിക്രം വേദയെ ക്രോസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സമയത്തെല്ലാം അവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരെ തന്നെ വീഴ്ചോണ്ട്. അങ്ങനെ ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും മാഷിന് നേരെ ആ കാറ് പാഞ്ഞെടുക്കുന്നത്. അപ്പൊ വിക്രവും വേദയും കൂടെ ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ആ കൂടെ വിക്രത്തിനെയാണ് ഉന്നം വെച്ചത്. പക്ഷേങ്കിൽ മാഷാണ് പെട്ടെന്ന് അങ്ങോട്ട് കടന്നത്. മാഷിനെ ഇടിക്കാനായിട്ട് അങ്ങോട്ട് കാറ് പാഞ്ഞെടുത്ത് വരുമ്പോഴത്തേനും വിക്രം പാഞ്ഞു എന്നിട്ട് മാഷിന്റെ കയ്യെ പിടിച്ച് വലിച്ചിങ്ങോട്ട് ഇടുവാണ്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. വേദ പെട്ടെന്ന് എന്നിട്ട് മാഷിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എന്താ പറ്റിയത്? പ്രശ്നമൊന്നും ഇല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഓരോ വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞു വരുന്ന കണ്ടില്ലേ? ശരിക്കും ഇപ്പോഴെന്റെ ജീവൻ എടുത്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷനായി. കമല എല്ലാവരും കൂടി ഓടി വന്നു. മാഷെ കുഴപ്പമൊന്നും ഇല്ല അല്ലേ? എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയണം. വിക്രത്തിന് എന്തോ അപ്പൊ തന്നെ ഒരു പന്തികേട് തോന്നി. ആ കാറാണെങ്കിലോ അത് നിർത്താതെ പോവുകയും ചെയ്തു. പിന്നീട് അവരുടെ യാത്ര തുടരുവാണ്. അങ്ങനെ ബസ് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് വിക്രം വേദയുടെ ഒരു കാര്യം പറഞ്ഞു, അതെ കുറച്ച് സമയമായിട്ട് നമ്മളൊരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയണ. വണ്ടിയോ? അതെ ഒരു കാറ് നോക്കാൻ പറയണം. അങ്ങനെ വേദ പതുക്കെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാണ്, അതെ കുറെ സമയമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതിലിപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി ആയിരിക്കും തോന്നുന്നായിരിക്കും എന്ന് പറയണം. കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പറഞ്ഞു, നമ്മള് ചിത്രാവമലയുടെ അടിവാരത്തിലെത്തി, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകാന്ന് പറയണം. മാഷും കമലും പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റില്ല നടക്കാനായിട്ട്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയിട്ട് വരാൻ പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ ഇറങ്ങി. ഈ സമയത്ത് വിക്രം നോക്കിക്കഴിഞ്ഞപ്പം ആ കാർ അവിടെ കുറച്ച് മാറി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടു. വിക്രം പെട്ടെന്ന് അങ്ങോട്ടേക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അതിൻ്റെ അടുത്ത് ആരെയും കണ്ടില്ല. ആ സമയത്ത് വേദ ചോദിച്ചു, എന്താ വിക്രം? അതെ ഞാൻ പറഞ്ഞ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടു, അത്തരം ആരും കണ്ടില്ല എന്ന് പറയണ. അത് ചിലപ്പോൾ വിക്രത്തിന് തോന്നിയതായിരിക്കും, വാന്ന് പറയണ. അങ്ങനെ അവരെല്ലാരും കൂടെ മലയിലേക്ക് അങ്ങോട്ട് കയറുവാണ്. ഈ സമയത്ത് അപ്പുമോള് മുന്നേ തന്നെ ഓടി ഓടി പോകുന്നുണ്ട്. വിക്രവും വേദ അവരെല്ലാരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചാണ് നടക്കുന്നത്. പിന്നീട് അവരെല്ലാരും കൂടെ അങ്ങനെ മലയുടെ മുകളിലേക്ക് എത്തി. ഈ സമയത്ത് വിക്രം ആ മലയെക്കുറിച്ചുള്ള കഥകളും കാര്യങ്ങളൊക്കെ വേദയോട് പറയുന്നുണ്ട്. ഭഗവതിയുടെ ശക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ ഭഗവതിക്ക് ശക്തി ഉണ്ടെന്നാ പറയണേ, ആക്രമിക്കാൻ വരുന്നവരുടെ പിടിയിൽ നിന്നും അവരെ രക്ഷിക്കുമെന്നൊക്കെയാ പറയണേ എന്ന് പറയണേ. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ അങ്ങനെയുള്ള ശക്തിയുള്ള ഭഗവതിയാന്നൊക്കെ പറഞ്ഞു. പിന്നീട് വേദ എന്ത് ചെയ്തു, വലിയമലയുടെ മോളല്ലേ, അവളെ കയറി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പാറയിലേക്ക് പോയി. അവിടെ പോയിന്ന് താഴേക്ക് നോക്കി ഇങ്ങനെ ഷൂട്ട് ചെയ്യുവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനി നോക്കി വന്ന്, കൊള്ളാം, ആരുമില്ല, ഇവളെങ്ങ് തള്ളിയിട്ടാലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ്, വേദന തള്ളിയിടാനായിട്ടൊക്കെ അടുത്തേക്ക് നിന്നു. ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായിട്ട്. അങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ ആരുമില്ല. നല്ല സമയം തന്നെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ തള്ളാനായിട്ട് ഇങ്ങനെ കൈ പൊക്കുവാണ്. കൈ പൊക്കി അങ്ങോട്ട് തള്ളാൻ തുടങ്ങുന്ന സമയത്താണ് ആരോ പിടിച്ച് അവളെ തള്ളിയിട്ട പോലെ തോന്നുന്നു നന്ദിനിയെ. നന്ദിനി പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഉരുണ്ടുരുണ്ട് പോവാണ്. താഴെ ചെന്ന് വീണ് കിടന്നു. ഈ സമയത്ത് വേദ പെട്ടെന്ന് ഞെട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ നന്ദിനി ഉരുണ്ട് താഴെ പോയി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴേക്കും വിനായകനും എല്ലാവരും കൂടെ ഓടി വന്നു. നന്ദിനിയുടെ കൈയുടെ മുട്ടയ്ക്ക് ഇത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നന്ദിനി പറഞ്ഞു, എന്നെ ആരോ മനഃപൂർവ്വം തള്ളിയിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. വിനായകൻ ചോദിച്ചു, ആര്? അതെനിക്കറിയത്തില്ല, ആരോ എന്നെ തള്ളിയിട്ടാ. വേദ പറഞ്ഞു, ഇപ്പൊ ആരാ നന്ദിനിയുടെ അടുത്ത് തള്ളിയിടാനായിട്ട് അവിടെ വരുന്നേ? അതെനിക്കറിയില്ല, ഞാൻ വേദ നിൽക്കുന്നതുകൊണ്ട് വേദയുടെ അടുത്തേക്ക് വന്നാ, അപ്പൊ എന്നെ ആരോ പറയുന്നു പിടിച്ച് തള്ളിയെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ബസ്സൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിയുടെ കയ്യിലെ ആ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട് വേദ. ഈ സമയം വേദ വെച്ച്, സത്യം പറ നന്ദിനി അടുത്തി, തിരിച്ചാണോ സംഭവിച്ചത്? എന്നെ തള്ളിയിടാനെങ്ങാനും വന്നതാണോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? എനിക്ക് എൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരം വേണ്ട, അതെങ്ങനെ വിട്ടേക്കാൻ പറയണം. വിശ്വം പറഞ്ഞു, ശരിയാ, നല്ലൊരു ട്രിപ്പ്, അതിൻ്റെ മൂഡ് വെറുതെ കളയണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടങ്ങുവാണ്. കുറച്ച് ദൂരം അവരങ്ങോട്ട് പോയി. അതിനുശേഷം ഒരു കൊട്ടാരം കാണാനായിട്ട് വണ്ടി നിർത്തുവാണ്. അങ്ങനെ കൊട്ടാരം കാണാനായിട്ട് അവരെല്ലാവരും കൂടെ ഇറങ്ങി. ഈ സമയത്ത്
വേദയാണ് കാര്യം പറയണേ. ഇതിന് കുറച്ച് പഴക്കം കാണൂലേ, ഒരു 100-500 വർഷമെങ്കിലും. അത് കേട്ടതും മാഷ് പറഞ്ഞു, ഇത് 16-ാം നൂറ്റാണ്ടിലുള്ളതെന്ന് പറയണം. ഓ, ഞാൻ കുറെ കേട്ടിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തുരങ്കം കൊണ്ടുപോലും, ഇവിടുത്തെ തുരങ്കത്തിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ എത്താന്നൊക്കെയാ പറയണേ. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് വിനായകനെ നോക്കിയിട്ട് നന്ദിനി ഇങ്ങനെ ചോദിച്ചു, അല്ല സത്യമാണോ വേദ നീ പറയണേന്നൊക്കെ ചോദിക്കണം. അത് കേട്ട ഇനിയിപ്പോ വേദ പറഞ്ഞു, അത് പിന്നെ ഞാന് നിനക്കറിയത്തില്ലായിരിക്കുമല്ലേ. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, നിനക്കതൊന്നും അറിയത്തില്ലേ നന്ദിനി, നീ ഇതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളല്ലേ. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, സ്കൂളിന്റെ പടി കണ്ടവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും കൂടെ ചിരിച്ചു. എല്ലാരും ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിക്ക് ആ പടം നാണക്കേടായിപ്പോയി. നന്ദിനി പെട്ടെന്ന് വിനായകനോട് പറഞ്ഞു, പിന്നെ എന്ന് വെച്ചാൽ ഞാൻ നിലത്തെഴുത്താണല്ലോ പഠിച്ചേ. അതെ, 10ാം ക്ലാസ്സിൽ എനിക്ക് 215 മാർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടാ വിശ്വം പറഞ്ഞു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ പെട്ടെന്ന് പറഞ്ഞു, അന്നത്തെ കാലത്തെ മോഡറേഷൻ ഒക്കെ ഉണ്ടായിരുന്നാവോ, ചിലപ്പോ എങ്ങനെ എഴുതിയെന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് നന്ദിനിയെ. നന്ദിനി പെട്ടെന്ന് വേദയോട് ചോദിച്ചു, അല്ല വേദ സത്യമാണോ പറയുന്നേ? ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്താൻ പറ്റുമോ? ആ തുരങ്കത്തിൽ കൂടെ, ആ ഗുഹയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാ പറയണേ, നമുക്ക് ആ നിലവറയിലേക്ക് എത്താന്ന് പറയണം. നിലവറയിലേക്കോ? അതേന്നേ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറയിലേക്ക് എത്തും എന്ന് പറയണം. ഇത് വേദ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി അതെല്ലാം വിശ്വസിച്ചു. നന്ദിനി പറഞ്ഞു, അന്നാ കൊള്ളാലോന്ന് പറയണം. വേദ പറഞ്ഞു, ഇഷ്ടം പോലെ സ്വർണവും രത്നങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ വാരിയെടുക്കാം അവിടെ ചെന്നിട്ടെന്ന് പറയണം. അങ്ങനെയാണല്ലേ. ചില ചിന്തകളൊക്കെ നന്ദിനിയുടെ മനസ്സിലുണ്ടായി. വേദ പറയുന്ന അപ്പടി അങ്ങോട്ട് നന്ദിനി വിശ്വസിക്കുകയും ചെയ്തു. നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കൊട്ടാരത്തിനകത്ത് കിടന്ന് എല്ലാവരും ഓരോന്നോ കണ്ടോണൊക്കെ നടക്കണം. ഈ സമയത്ത് നന്ദിനിയുടെ മനസ്സിൽ സ്വർണ്ണോ രത്നങ്ങളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു തുരങ്കം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. നന്ദിനി അങ്ങോട്ട് ഇറങ്ങിപ്പോയി, ആരും കാണാതെ. അങ്ങനെ അതിലൂടെ ഓരോ വാതിലുകളൊക്കെ തുറന്നുകൊണ്ട് കയറി പോവാണ്. അപ്പൊ മൊത്തം ഇരുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വാതിലിന് അങ്ങോട്ട് ചെന്നു, അത് തുറന്ന് അകത്തേക്ക് എറിയുമ്പോൾ മൊത്തം ഇരുട്ട. ചുറ്റുമൊക്കെ നോക്കുവാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാതിൽ അങ്ങോട്ട് അടഞ്ഞു. നന്ദിനി പേടിച്ചു പോയി. നന്ദിനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നന്ദിനി അവിടെ കിടന്ന് അലറി കരയുവാണ്, വിനയേട്ടാന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പുറത്താരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.